മഴ തോരും മുൻപേ എന്ന സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും കൊട്ടാരമറ്റത്തേക്ക് പടിയിറങ്ങിയിട്ട് നാളുകൾ ഒരുപാട് കഴിഞ്ഞു. ഓരോ ദിവസവും കഴിഞ്ഞു പോയത് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് പോലും അറിയില്ല. തൻ്റെ ചേച്ചിയെ പിരിഞ്ഞ വിഷമം ഇത്ര നാളായിട്ടും അവർക്കുള്ളിൽ നിന്ന് മാഞ്ഞിട്ടില്ല. തൻ്റെ കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിച്ച് ലാളിച്ച് ഓരോ കാര്യങ്ങളും തനിക്ക് ചെയ്തു തന്നിരുന്ന ആ ചേച്ചിയെ ഇന്നും ബബിതയും കൃഷ്ണമോളും രോഹിത്തുമെല്ലാം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു നോക്കു കാണാൻ പോലും അലീന ചേച്ചിയെ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു അവർ 3 പേരും. കാരണം അത്രയ്ക്കും ദൂരത്തേക്കാണ് തൻ്റെ ചേച്ചി മാഞ്ഞതെന്ന് അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം തൻ്റെ ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ പഴയതുപോലെ തിരിച്ചെത്തുമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മേലായിരുന്നു പിന്നീടുള്ള അവരുടെ ജീവിതം. എന്നാൽ അത് ഇനി ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലാക്കി അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കാരണം ഇവിടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, അലീന ചേച്ചി ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്. അത് ഒരിക്കലും അവർക്ക് 3 ആൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അലീന ചേച്ചിയെ ഒരു നോക്കെങ്കിലും കാണണമെന്നുള്ള ആ ചിന്ത കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അലീന ചേച്ചിയെ കാണാമെന്ന് തീരുമാനിക്കുകയാണ്. അതാദ്യം പറഞ്ഞത് ബബിത തന്നെയായിരുന്നു. കൃഷ്ണമോളോടും ബബിതയും കിടക്കുന്ന നേരത്ത് ബബിത അലീന ചേച്ചി ആ വീട്ടിൽ ഉള്ള കാലത്തെ ഓരോ ഓർമ്മകളും പറയുകയായിരുന്നു. അങ്ങനെ 2 ആൾക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിഷമം വന്നു തുടങ്ങി. അപ്പോഴായിരുന്നു ബബിത പറഞ്ഞത്, നമുക്ക് അലീന ചേച്ചിയെ കാണാൻ അങ്ങോട്ടേക്ക് പോയാലോ? ഒരു നിമിഷം ആലോചിച്ചിട്ട് കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ ചേച്ചി, നമുക്കെന്തുകൊണ്ട് അലീന ചേച്ചി അങ്ങോട്ടേക്ക് കാണാൻ പോകൂടാ? ഇങ്ങോട്ടേക്ക് വരാൻ മാത്രമല്ലേ അലീന ചേച്ചിക്ക് പറ്റാത്തതുള്ളൂ. നമുക്കെല്ലാവർക്കും കൂടി ചെന്ന് അലീന ചേച്ചിയെ ആ വീട്ടിൽ ചെന്ന് കണ്ടാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രോഹിത്തേട്ടനോടും കൂടി ഒന്ന് പറയാം. രോഹിത്തേട്ടനോടും കൂടി ചോദിച്ചിട്ട് നമുക്കെല്ലാവർക്കും കൂടി പോകാമെന്ന് പറയുകയായിരുന്നു ബബിത. ഏതായാലും നേരം വെളുക്കട്ടെ, നമുക്ക് രോഹിത്തേട്ടനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും അലീന ചേച്ചിയെ കണ്ടേ പറ്റൂ. കാരണം എത്ര ദിവസമായി ചേച്ചിയെ ഒന്ന് കണ്ടിട്ട്, കാണാൻ കൊതിയാവാ. ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഫോൺ വിളി മാത്രമല്ലേ നമുക്കിപ്പോൾ അലീന ചേച്ചിയുമായുള്ള ഈ കോണ്ടാക്റ്റ് ഉള്ളൂ. അല്ലാതെ ഒന്ന് നേരിട്ട് കാണാനോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് പോകണം, അലീന ചേച്ചിയെ കാണാമെന്ന് പറഞ്ഞ് പഴയ പല കാര്യങ്ങളും ആലോചിച്ച് വളരെ സന്തോഷിച്ചായിരുന്നു ബബിതയും കൃഷ്ണമോളും കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ഒരു ഗ്ലാസ് ചായയുമായി രോഹിത്തിൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട് ബബിത. പെട്ടെന്ന് രാവിലെ തന്നെ ബബിതയെ കാണുമ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പതിവില്ലാതെ രാവിലെ തന്നെ ചായയുമായിട്ടൊക്കെ വരുന്നു? ഇത് പതിവില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതെന്താ, ഞാനൊരു ഗ്ലാസ് ചായയുമായിട്ട് വന്നതിപ്പോൾ കുറ്റായിപ്പോയോ? അങ്ങനെയൊന്നും പറഞ്ഞില്ലടി, നീ ഇങ്ങനെ വരാറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ബബിതയുടെ കയ്യിൽ നിന്നും ആ ചായ ഗ്ലാസ് മേടിച്ച് രോഹിത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു അലീനയുടെ വീട്ടിലോട്ട് പോവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം. മുന്നൊക്കെ അലീന ചേച്ചി ഈ വീട്ടിലുള്ള സമയത്ത് രോഹിത്തേട്ടന് ചായയുമായിട്ട് വന്നിരുന്നത് അലീന ചേച്ചി ആയിരുന്നല്ലേ? അതെ, ശരിയാ. രാവിലെ തന്നെ നല്ല ചൂടുള്ള ചായയുമായിട്ടായിരുന്നു അലീന ചേച്ചി എന്നെ വിളിക്കാൻ വന്നിരുന്നത്. ആ ചായ കുടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഉന്മാദമായിരുന്നു. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അതൊക്കെ. ഇപ്പോൾ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അലീന ചേച്ചി ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല അല്ലേ നമുക്കിപ്പോൾ? ശരിയാ രോഹിത്തേട്ടാ, അലീന ചേച്ചി കാണണമെന്ന് എനിക്കും കൃഷ്ണമോൾക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതെങ്ങനെ സാധിക്കും? നമുക്കെന്നാ അലീന ചേച്ചി അങ്ങോട്ടേക്ക് പോയി കണ്ടാലോ? പെട്ടെന്ന് രോഹിത്ത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് പെട്ടെന്ന് അത്ഭുതമാവുകയായിരുന്നു.
കാരണം ഞാൻ രോഹിത്തേട്ടനോട് പറയാൻ വന്ന കാര്യമായിരുന്നല്ലോ ഇത്. അപ്പോൾ രോഹിത്തേട്ടൻ്റെ മനസ്സിലും ആ ഒരു ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അലീന ചേച്ചി അങ്ങോട്ടേക്ക് പോവാം. അത് എവിടെയാ വീടെന്നൊക്കെ എങ്ങനെ അറിയാനാ? നീ ഒരു കാര്യം ചെയ്യ് ബബിതേ, അച്ഛനറിയാമല്ലോ, അച്ഛനോട് നീ ചോദിച്ചു നോക്ക്. എങ്കിൽ ശരി, നമുക്ക് മൂന്നാൾക്കും കൂടി ഒരുമിച്ച് അച്ഛനോട് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അവിടെ വെച്ച് നിർത്തുന്നുണ്ട്. രോഹിത്തിന് കൊടുത്തതുപോലെ തന്നെ കയ്യിൽ ഗ്ലാസ്സിലൊരു ചായയുമായി ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ബബിത. റൂം ആ സമയത്ത് അടച്ചിട്ടേക്കായിരുന്നു. റൂമിൻ്റെ കതകിൽ കൊട്ടിക്കൊണ്ട് വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അകത്തേക്ക് കയറി വാ എന്ന് പറയുമ്പോൾ വാതിൽ തുറന്ന് ബബിത അകത്തേക്ക് ചെല്ലുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ബാലചന്ദ്രനെ ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ബബിത. ബാലചന്ദ്രൻ അപ്പോൾ ബബിത പുറത്തോട്ടൊന്നും പോവാതെ ആയപ്പോൾ ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ ആലോചിച്ച് നിൽക്കുന്നേ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അതച്ഛാ, എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് ബാലചന്ദ്രൻ അപ്പോൾ മനസ്സിലായി. എന്താ കാര്യം? നീ പറഞ്ഞോ, വെറുതെ പതുങ്ങൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ തുറന്നു പറയുന്നു പറഞ്ഞ് ബാലചന്ദ്രൻ ബബിതയോട് കാര്യം അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നീ പറ, എന്താ കാര്യം? അത് അച്ഛാ, അലീന ചേച്ചി ഇപ്പോൾ ആരുടെ വീട്ടിലാണ് നിൽക്കണേ? അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ ബബിതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതെന്തിനാ ഇപ്പോൾ നീ അറിയണേ? അവളിപ്പോൾ വേറൊരു വീട്ടിൽ അവിടുത്തെ ജോലിക്കാരിയായിട്ട് പോയേക്കല്ലേ. അല്ല അച്ഛാ, ആ വീട് എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോൾ എന്തിനാ നീ അറിയണേ? അച്ഛാ, ഞങ്ങൾക്ക് അലീന ചേച്ചി അങ്ങോട്ടേക്ക് പോയൊന്ന് കാണണമെന്നുണ്ട്. കാരണം അലീന ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ മാത്രമല്ലേ പറ്റായികൊള്ളൂ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി അലീന ചേച്ചിയെ കാണാമല്ലോ. അപ്പോൾ എന്തോ ഒരു ആലോചിച്ച് ഉള്ളിലുള്ള മനപ്രയാസത്തോടു കൂടി ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, അത് ശരിയാവില്ല മോളെ. കാരണം നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി അലീനയെ കാണണ്ട. അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നേ? ചേച്ചി മറ്റൊരാളുടെ വീട്ടിലാണെങ്കിൽ പോലും, അവിടുത്തെ ജോലിക്കാരിയായിട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും, അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പോലും അവരുടെ വീട്ടുകാർ അനുവദിക്കില്ലേ? അങ്ങനെയല്ല മോളെ, അത് ഞാൻ നിന്നെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ബാലചന്ദ്രന് ബബിതയോട് പറയാൻ പറ്റില്ലല്ലോ. കാരണം തൻ്റെ സ്വന്തം അമ്മയുടെ കാമുകൻ്റെ വീട്ടിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ബബിതയോട് അന്നേരത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ എന്താ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് ഇത്ര പ്രയാസപ്പെടുന്നത്? ഞങ്ങൾ നിൽക്കാനൊന്നുമല്ലല്ലോ പോകുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി അലീന ചേച്ചിയുമായി കുറച്ച് നേരം ഒന്നും ഇരിക്കണം, അത്രയും മതി ഞങ്ങൾക്ക്. എത്ര നാളെ അലീന ചേച്ചിയെ കണ്ടിട്ട്? ഇടയ്ക്ക് ഈ ഫോൺ വിളി മാത്രമല്ലേ ഉള്ളൂ. അലീന ചേച്ചിയോട് ചോദിച്ചാലും അലീന ചേച്ചിക്ക് കറക്റ്റ് ആ വഴിയൊന്നും പറഞ്ഞു തരാൻ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അച്ഛനോട് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പം തന്നെ പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ മക്കളെ? അതല്ല, ആരോടൊപ്പം പോവാനാണ് നിങ്ങളിപ്പോൾ പ്ലാൻ ഇട്ടേക്കുന്നേ? അച്ഛാ, രോഹിത്തേട്ടനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാറ് രോഹിത്തേട്ടൻ ഓടിച്ചോളുമല്ലോ. ഞാനും കൃഷ്ണമോളും പിന്നെ രേവതിക്കുട്ടിയെയും വിളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിൽ ശരി, ഞാനായിട്ട് നിങ്ങളുടെ യാത്ര മുടക്കുന്നില്ല. വഴിയെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് സ്ഥലവും വീടുമെല്ലാം ബബിതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ വീടും സ്ഥലവുമെല്ലാം അറിഞ്ഞ് വളരെ സന്തോഷത്തിൽ അലീന ചേച്ചിയെ കാണാനായി പോവാനൊരുങ്ങുകയായിരുന്നു ബബിത. താഴേക്കോടി വന്ന് രോഹിത്തിനോടും കൃഷ്ണമോളോടുമെല്ലാം വിവരം പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്താണ് വീടെന്നൊക്കെ. ലൊക്കേഷനും ചേട്ടൻ്റെ ഫോണിലോട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാനുള്ള യാത്ര തുടങ്ങാമല്ലേ? അതിനു മുന്നേ രേവതിക്കുട്ടിയെയും വിളിച്ചാലോ? കാരണം രേവതിക്കുട്ടിയും പറയുന്നുണ്ടായിരുന്നു അലീന ചേച്ചിയെ കാണാൻ കൊതിയാവുന്നു എന്ന്. അങ്ങനെ രോഹിത്ത് പറഞ്ഞതുപോലെ തന്നെ രേവതിക്കുട്ടിയെയും അവരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടുന്നുണ്ട്.
മൂവരും യാത്രയാവാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു വൈജ വരുന്നത്. വൈജ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര രാവിലെ എല്ലാവരും കൂടി ഒരുങ്ങി നിൽക്കുന്നേ? എങ്ങോട്ടേക്കാ രാവിലെ തന്നെ പോകുന്നത്? അപ്പോൾ പെട്ടെന്ന് ബബിതയും കൃഷ്ണമോളും രോഹിത്തുമെല്ലാം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയായിരുന്നു. കാരണം എങ്ങനെയാണ് ഇനി അമ്മയോട് കള്ളം പറഞ്ഞു പോവുക? കാരണം അലീന ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര അമ്മ ഇപ്പം തന്നെ മുടക്കും. അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് മുങ്ങുമെന്ന് ആലോചിക്കുകയായിരുന്നു മൂവരും. അതമ്മേ, ഞങ്ങൾ മൂന്നാളും കൂടിയും ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങാൻ പോവാമെന്ന് വിചാരിച്ചു. കറങ്ങാൻ പോവാനോ? ഇത്ര രാവിലെ തന്നെ? അതെന്തിനാ ഇത്ര നേരത്തെയൊക്കെ പോകുന്നത്? സാധാരണ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി കറങ്ങുന്നത്. ഇത് ഇത്ര രാവിലെ തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കറങ്ങാൻ പോകുന്നതൊന്നും അല്ലല്ലോ. എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞ് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് വൈജ. അമ്മയ്ക്കിപ്പോൾ എന്തൊക്കെ അറിയണം? അമ്മ എന്തിനാ ഞങ്ങൾ വല്ല മൂന്നാളും കൂടി പുറത്തോട്ട് പോകുമ്പോഴേ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നേ? ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഒന്നുമല്ലല്ലോ പോകുന്നത്, എൻ്റെ ചേട്ടനായിട്ടൊക്കെ തന്നെയല്ലേ പോകുന്നത്. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് വൈജയ്ക്ക് മേലെ ചൂടാകുന്നുണ്ട് ബബിത. നീ അധികം ചൂടാവാൻ നിൽക്കേണ്ട ബബിതേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കുറച്ച് സംസാരം ഇപ്പം എനിക്ക് നേരെ പറയുന്നത് കൂടിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. നിനക്കെന്താ ഇത്ര മനപ്രയാസം എന്നോട് എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനെന്താ നിങ്ങളെ വിടാതിരിക്കോ? ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാളും കൂടി വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു പുറത്തേക്ക് പോകുന്നത്. അപ്പോഴായിരുന്നു ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്നത്. പുറത്ത് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്താണെന്നറിയാനായിരുന്നു ബാലചന്ദ്രൻ ആ കോണിക്കരികിലേക്ക് വന്നത്. താഴോട്ട് നോക്കിയപ്പോൾ വൈജയും ബബിതയും കൃഷ്ണമോളും രോഹിതുമെല്ലാം എന്തൊക്കെയോ പറഞ്ഞ് ഒച്ചയുണ്ടാകുന്നതാണ് ബാലചന്ദ്രൻ കേട്ടത്. ബാലചന്ദ്രൻ അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ്ട് ഇവിടെ പ്രശ്നം? ഇപ്പോഴും കണ്ണും ചോടും തരാനൊന്നും ആയില്ലേ നിൻ്റെ അമ്മക്ക്? വൈജയോടല്ലാതെ രോഹിത്തിനോടായിരുന്നു ആ ചോദ്യം. എൻ്റെ പൊന്നാരച്ച, ഞാനല്ല, ഇവിടെ അമ്മയാ ഒരു സൗകര്യവും തരാത്തത്. ഞങ്ങൾ മൂന്നാളും കൂടിയും വല്ലയിടത്തും പോവാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? എവിടേക്ക് പോകുന്നു, എപ്പോൾ പോകുന്നു, എപ്പോൾ വരും, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അമ്മനോട് ബോധിപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. എല്ലട രോഹിത്തെ, നിനക്കപ്പോൾ കാര്യം പോലെ പറഞ്ഞൂടെ? എങ്ങോട്ടേക്കാണെന്ന് പോകുന്നതെന്ന് നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കടാ. അതച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ ബബിത ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി അമ്മയോടൊന്നും പറയരുതെന്നുള്ള രീതിയിൽ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, അവർ മൂന്നാളും കൂടി അലീനയെ കാണാൻ പോവുകയാണ്. എന്താ ഇവിടെ പ്രശ്നം? അവർക്ക് അവരുടെ ചേച്ചിയെ കാണാൻ അത്ര താല്പര്യമുണ്ടെങ്കിൽ അവർ മൂന്നാളും പോവും. ഇവിടെ ആരും അവരെ തടയാൻ നിൽക്കില്ല. ഓ, അപ്പോൾ അതായിരുന്നല്ലേ കാര്യം? എനിക്ക് തോന്നി മൂന്നാളെയും കൂടിയുള്ള ആ പരിങ്ങലും ആ ഒരു കള്ളത്തരവും ഒക്കെ മുഖത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നിയതാ. പിന്നെ നിങ്ങളുടെ വായിൽ നിന്നും വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയും തുടങ്ങിയല്ലേ? ഈ വീട്ടിൽ നിന്ന് അവളെ ഓടിപ്പിച്ച പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അവളുടെ അങ്ങോട്ടേക്ക് ചെന്ന് കാണാൻ പോകുന്നു. ഇത് എവിടെ നടക്കും ഈ പരിപാടികളൊക്കെ? മുകളിൽ നിന്നപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവർക്ക് അവരുടെ ചേച്ചിയായ അലീനയെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പോകും. അവർക്ക് അലീന ചേച്ചിയോടൊപ്പം ഒരു ദിവസം നിൽക്കണമെന്ന് തോന്നിയാൽ ഒരു ദിവസം നിൽക്കുകയും ചെയ്യും. ഇവിടെ ആരും അവരെ തടയാൻ നിൽക്കില്ല. അങ്ങനെ അത്ര പ്രയാസമുള്ളവർ ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. ആരും പിടിച്ചു കയറ്റി കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ ഇങ്ങോട്ട്, സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ലേ. ബാലേന്ദ്രൻ എന്തറിഞ്ഞിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ഈ വീട് എൻ്റെ കൂടിയല്ലേ? എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ മക്കളുമായി ജീവിക്കേണ്ട വീട് എൻ്റെ കൂടിയല്ലാന്നുണ്ടോ? ഞാൻ ആരോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ അവർക്കും അധികാരമുണ്ട്. കാരണം അവരെയും കൂടി വീടല്ലേ ഇത്. അതുകൊണ്ട് നിൻ്റെ വാശിയും കാര്യങ്ങളും മാത്രം ഈ വീട്ടിൽ നടക്കണമെന്നില്ല വൈജെ. നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഈ വീടെന്ന്. ശരിയാ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചും അതുപോലെ തന്നെ പ്രവർത്തിച്ചും ചെയ്തിരുന്ന
കുറേ നാളുകൾ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നശിച്ചുപോയി. ഇനി അതൊന്നും ഈ വീട്ടിൽ നടക്കില്ല. ഈ വീട്ടിലെ ഗൃഹനാഥനായ ഞാനും എൻ്റെ മക്കളും തീരുമാനിക്കും ഓരോ കാര്യങ്ങളും. അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീട്ടിൽ നീ ജീവിച്ചാൽ മതി. ബാലചന്ദ്രൻ ഈ പറഞ്ഞ ഒറ്റ ദിവസം എനിക്ക് മനസ്സിലായി. ആ പിഴച്ചവള് ഈ വീട്ടിൽ വന്ന് കയറിയ ദിവസം, അന്ന് നശിച്ചു പോയി ഈ കുടുംബം. അതുവരെ ഞാൻ ആയിരുന്നു ഈ വീട്ടിലെ എല്ലാം. ഞാൻ പറയുന്ന കാര്യങ്ങളായിരുന്നു ഈ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ പിഴച്ചവള് വന്ന് കയറി ആ ദിവസം കൊണ്ട് ഈ വീട് മുടിഞ്ഞു തുടങ്ങി. അലീനയെക്കുറിച്ച് ഇങ്ങനെ മോശം വർത്താനം പറയുന്നത് കേൾക്കുമ്പോൾ വൈജയോട് വീണ്ടും ബാലചന്ദ്രന് അരിശമാണ് തോന്നിയത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. നിന്റെ പഴയകാല കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറ നീ ശരിയായിരുന്നോ എന്ന്. അതും പറഞ്ഞുകൊണ്ട് വളരെ അരിശത്തിൽ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് കയറിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വൈജ പെട്ടെന്ന് അവിടെ സ്റ്റെക്കാവുന്നുണ്ട്. കാരണം വീണ്ടും വീണ്ടും ഇടയ്ക്കൊക്കെ ബാലചന്ദ്രൻ തൻ്റെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കെന്നൊക്കെ പറയുമ്പോൾ ഇനിയെങ്ങാനും തൻ്റെ ആ മോശപ്പെട്ട കാലം ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള ഒരു ഭയമായിരുന്നു വൈജയ്ക്ക്. എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ വൈജ തയ്യാറായിരുന്നില്ല. ബാലചന്ദ്രനോടുള്ള ദേഷ്യം പോലും വൈജ തീർത്തത് അവരുടെ മക്കളോടായിരുന്നു. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോയില്ല. ആ പിഴച്ചവളെ കാണാൻ പോവാൻ മാത്രം അവൾ ആരാ നിങ്ങളെ? ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ അവൾക്കുള്ളൂ. പിന്നെ അതിലും വലുതായിട്ട് അവൾ നിങ്ങളുടെയൊക്കെ ആരാ? വൈജയോടപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മക്ക് അലീന ചേച്ചി വെറും ഒരു വേലക്കാരി മാത്രമായിരിക്കും. ഞങ്ങൾക്ക് പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ അലീന ചേച്ചിയെ ഞങ്ങൾ കാണുന്നത്, സ്നേഹിക്കുന്നതും. അതുപോലെ തന്നെയാ അലീന ചേച്ചിക്ക് ഞങ്ങളോടുള്ള സ്നേഹവും. ഞങ്ങളുടെ ഓരോരുത്തരെയും അലീന ചേച്ചി നോക്കുന്നത് എത്ര സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടിയാണെന്ന് അമ്മയ്ക്കറിയുമോ? അമ്മയ്ക്ക് അതൊന്നും അറിയാൻ സാധിക്കില്ല. കാരണം അമ്മ പോലും ഞങ്ങളെ ഇത്ര നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാവില്ല. ഒരു മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും എല്ലാം അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് എപ്പോഴും അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകണം, അമ്മയുടെ സ്റ്റാറ്റസ് നോക്കി ജീവിക്കണം, അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുപോലെ ആയിരുന്നില്ലേ അച്ഛനും ഞങ്ങളും ഇത്രയും നാൾ നിന്നിരുന്നത്? പിന്നീട് എപ്പോഴോ അലീന ചേച്ചി ഈ വീട്ടിലോട്ട് വന്ന് കയറി. പക്ഷേ ആദ്യമൊക്കെ എനിക്കും അലീന ചേച്ചിയോട് അരിശവും ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ദിവസം കൊണ്ട് എനിക്ക് അലീന ചേച്ചിയെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ പിന്നെ അലീന ചേച്ചിയെ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അലീന ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയതിൽ എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട്. ബബിതയ്ക്കൊപ്പം രോഹിത്തും വൈജയോട് ചോദിക്കുന്നുണ്ട്. ബബിത പറഞ്ഞത് 100% ശരിയാ അമ്മേ. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് പറ്റി, ഞാൻ ജയിലിലായി. എന്നിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമുള്ള എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് പുറത്തോട്ടിറങ്ങാൻ പോലും, എന്തിന് ഇവിടെ തന്നെയുള്ള ഓരോരുത്തരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഉള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. മരിച്ചു പോയാൽ മതിയെന്ന് വരെ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ട്. അന്നും എന്നെ ചേർത്ത് നിർത്തി നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചത് അലീന ചേച്ചിയായിരുന്നു. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കാൻ പോലും കഴിയാതിരുന്ന എന്നോട് പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആ മനക്കെട്ടി തന്നത് പോലും ഇവിടെ അലീന ചേച്ചിയായിരുന്നു. അന്നൊക്കെ അമ്മയ്ക്ക് അമ്മയുടെ വാശിയായിരുന്നു വലുത്. പക്ഷേ അമ്മയ്ക്ക് ഒരിക്കലും മക്കളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അന്നുണ്ടായിരുന്നില്ല, ഇന്നുമില്ല. അമ്മയ്ക്കെപ്പോഴും അമ്മയുടെ വാശിയും അമ്മയുടെ ദേഷ്യവും എല്ലാം തീർക്കാനുള്ള ഒരു കളിപ്പാവയായിട്ട് തന്നെയാണ് ഞങ്ങൾ മക്കളെ കണ്ടിരുന്നത്. ശരിയല്ലേ അമ്മേ? ഇതിനൊന്നും ഉത്തരം നൽകാതെ വൈജ വളരെ വിഷമത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ രോഹിത്ത് വൈജയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതിനൊന്നും ഉത്തരം നൽകാനാവില്ല. കാരണം അമ്മ ഒരിക്കലും നല്ലൊരു സ്ത്രീയായി ജീവിച്ചിട്ടില്ല. അമ്മ ശരിക്കും ആലോചിച്ച് നോക്ക്, അലീന ചേച്ചിയാണോ അല്ലെങ്കിൽ അമ്മയാണോ ഈ വീട്ടിലെ വിഷമെന്ന്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കാരണം അമ്മയൊക്കെ തന്നെയാണെന്നല്ലേ അമ്മ ഇപ്പോഴും വിചാരിച്ചത്?
പക്ഷേ അലീന ചേച്ചിയുടെ ആ മനസ്സാണ് ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കാൻ കാരണം. അതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല അമ്മേ. അത് കഴിഞ്ഞിട്ടും അമ്മ ഈ വീട്ടിൽ നിന്ന് അച്ഛനായിട്ട് തല്ലുപിടിച്ച് അമ്മയുടെ വീട്ടിൽ നിന്നപ്പോഴും ഞങ്ങളെ പൊന്നുപോലെ ഒരു കുറവുമില്ലാതെ നോക്കിയത് ആ അലീന ചേച്ചിയായിരുന്നു. അമ്മ പറഞ്ഞ ആ വീട്ടുജോലിക്കാരി, പിഴച്ചവൾ ആയ ചേച്ചി തന്നെയായിരുന്നു ഞങ്ങളെ സ്നേഹത്തോടു കൂടി ഈ വീട്ടിൽ നിലനിർത്തിയത്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ച് തന്നെയായിരുന്നു ഇത്രയും നാൾ നിന്നത്. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ വാശി ജയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ മേലായിരുന്നു ചേച്ചി ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. ഈ ദുഷിച്ച മനസ്സും മോശപ്പെട്ട രീതിയിലുള്ള സംസാരമൊക്കെ അമ്മയ്ക്കേ സാധിക്കൂ, അല്ലാതെ ഞങ്ങൾക്കും അലീന ചേച്ചിക്കൊന്നും അതിനൊന്നും സാധിക്കില്ല. രോഹിത്തിൻ്റെയും ബബിതയുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരക്ഷരവും തിരിച്ചു മിണ്ടാനാവാതെ അവിടെ നിന്നും ഭസ്മമായി പോയിരുന്നുവെങ്കിൽ എന്ന് ആലോചിച്ചായിരുന്നു ബബിത അവർക്ക് മുന്നിൽ നിന്നിരുന്നത്. തൊലിയൂരിപ്പോകുന്ന ചോദ്യങ്ങളുമായി തൻ്റെ മക്കൾ തൻ്റെ വിരൽ തുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നും മറത്തു പറയാനാകാതെ വളരെ വിഷമിച്ച് നിൽക്കുന്ന വൈജ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. ഒന്നും മിണ്ടാതെ വൈജയുടെ റൂമിലോട്ട് വൈജ കയറിപ്പോകുന്നുണ്ട്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ നമ്മൾക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും അലീന ചേച്ചിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറുന്നുണ്ട് മൂന്നാളും. കാറിൽ കയറിയതിന് ശേഷം രോഹിത്ത് ബബിതയോട് ചോദിക്കുന്നുണ്ട്, നീ രേവതിക്കുട്ടിയെ വിളിച്ചായിരുന്നോ? രേവതിക്കുട്ടിയോട് അങ്ങോട്ടേക്ക് വരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാമല്ലേ? എന്നോട് പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഒന്നും കൂടി നമുക്കൊന്ന് വിളിച്ച് അത് ഉറപ്പാക്കാമെന്ന് പറഞ്ഞു ബബിത രേവതിയെക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി ഫോൺ എടുത്ത് അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, നിങ്ങളപ്പോൾ പോകുന്നില്ലേ? ഞങ്ങൾ ഇപ്പോൾ പോരാ. ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളോ? എന്താ? അമ്മ വല്ല സീനാക്കിയോ? വൈജാൻറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ? എന്തായാലും നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് ബബിത രേവതിക്കുട്ടിയോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴായിരുന്നു കൃഷ്ണമോളുടെ ഫോണിലോട്ട് ശരണ്യയുടെ കോള് വരുന്നത്. പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് വിളിക്കാത്ത ഒരു നമ്പറിലോട്ടൊരു വിളി? അലീന ചേച്ചിയെ ഇപ്പോൾ വിളിച്ചിട്ട് 2 ദിവസമായി കിട്ടുന്നില്ലല്ലോ. നിങ്ങളെങ്ങാനും അലീന ചേച്ചിയെ വിളിച്ചായിരുന്നോ? ഞങ്ങളിപ്പോൾ അലീന ചേച്ചിയെ കാണാൻ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ശരണ്യയ്ക്ക് വല്ലാതെ ഒരു വിഷമമാവുന്നുണ്ട്. കാരണം തനിക്കും അലീന ചേച്ചിയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു നിൽക്കുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് തന്നെ അലീന ചേച്ചിയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അലീന ചേച്ചി ഇവിടുന്ന് പോയതിന് ശേഷം തൻ്റെ അടുത്തേക്ക് ഒട്ടും അലീന ചേച്ചി വന്നിട്ടില്ല. ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അലീന ചേച്ചിയെ കാണാൻ പോകുന്ന വിവരം അറിയുന്ന ശരണ്യയ്ക്കും പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണമോളോട് ശരണ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടിയും പോവുകയാണെങ്കിൽ ഞാനും കൂടിയും വന്നോട്ടെ അലീന ചേച്ചിയെ കാണാൻ? ആണോ? അത് ഞാനെന്നാൽ രോഹിത്തേട്ടനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് കൃഷ്ണമോള് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, രോഹിത്തേട്ട ശരണ്യയാണ് ഫോണിൽ. ശരണ്യയ്ക്കും അലീന ചേച്ചിയെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രോഹിത്ത് ബബിതയോട് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, അത് വല്ല പ്രശ്നമാവോ? കാരണം നമ്മളെല്ലാവരും കൂടിയും പോകുന്നത് ഇനി ശരണ്യയുടെ വീട്ടിലേക്ക് ഇഷ്ടാവോ? അങ്ങനെ നീ എന്തായാലും ചോദിച്ച് നോക്ക്, അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊപ്പം പോന്നോട്ടെ എന്ന് രോഹിത്ത് കൃഷ്ണമോളോട് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് ശരണ്യയോട് ഫോൺ ഹോൾഡ് ഓൺ ആക്കി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോവാൻ ഇറങ്ങിയേക്കാം. നിനക്കിഷ്ടമുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനോട് അമ്മയോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ എന്നെ വിളിക്ക്. ഞങ്ങൾ പോകുമ്പോൾ വീടിൻ്റെ ആ വശത്ത് കൂടെ വരാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് വണ്ടിയിലോട്ട് കയറാമല്ലോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് വരാമെന്ന് പറഞ്ഞ് ശരണ്യയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കൃഷ്ണമോള്.
അങ്ങനെ എല്ലാവരും കൂടി യാത്രയാവുകയാണ് അലീനയെ കാണാൻ. അപ്പോൾ കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരെയും കൂടി കാണുമ്പോൾ ചേച്ചിക്കകത്തൊരു സർപ്രൈസ് ആവുമല്ലേ, ചേച്ചിയോട് ആരും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ചേച്ചിക്കൊന്ന് ഞെട്ടട്ടെ. എത്ര നാളായി ചേച്ചിയൊന്ന് കണ്ടിട്ട്, എനിക്ക് വല്ലാതെ തിടുക്കമാവാ ചേച്ചിയെ കാണാൻ. നീ ഒന്ന് അടങ്ങ് കൃഷ്ണേ, എന്തായാലും അലീന ചേച്ചിയുടെ അടുത്തേക്ക് തന്നെയല്ലേ നമ്മ പോകുന്നത്. അപ്പോൾ അലീന ചേച്ചിയെ നമുക്ക് കെട്ടിപ്പിടിച്ച് എല്ലാ വിഷമവും മാറ്റാം എന്നൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് വളരെ സന്തോഷപൂർവ്വമായിരുന്നു അവരുടെ യാത്ര. ഇനി അലീന ചേച്ചിയെ കാണാൻ അവിടെ ചെല്ലുമ്പോഴുള്ള വിശേഷങ്ങളുമായി പിന്നെ വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.